ഹലോ, വെൽക്കം ബാക്ക് ടു ഉസ്മാനിയ യൂട്യൂബ് ചാനൽ. ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാനിതാ ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ റെസിപ്പീൻ്റെ നമ്മളെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ബീഫാണ്. അപ്പോൾ ബീഫ് വെച്ചിട്ടുള്ള ഒരു കട്ട്ലറ്റും പിന്നെ ഇടിയിറച്ചിയാണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. ഈ ഒരു റെസിപ്പീൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കട്ട്ലറ്റ് ഞാൻ ഫ്രൈ ചെയ്ത് ഇക്കൻ്റെ മുമ്പിൽ കൊണ്ടുപോയി വെച്ച സമയത്ത് സാധാരണ ഞാൻ എന്ത് കുക്ക് ചെയ്താലും ഇക്കനോട് അങ്ങോട്ട് കുത്തി കുത്തി ചോദിച്ചാലേ എനിക്ക് റിവ്യൂ കിട്ടുള്ളൂ എങ്ങനെയുണ്ട് എന്നുള്ളത്. പക്ഷേ ഈ ഒരു റെസിപ്പി ഞാൻ ട്രൈ ആക്കിയപ്പോൾ അങ്ങനെയല്ലായിരുന്നു. ഞാനിക്കെൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയി വെച്ചിട്ട് ഞാൻ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അടിപൊളിയായി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആദ്യത്തെ റെസിപ്പിയാണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അത്രയും സന്തോഷത്തോട് കൂടിയിട്ടാണ് ഈ ഒരു റെസിപ്പി വീഡിയോ നിങ്ങളെ ഫ്രണ്ടിൽ ഷെയർ ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിതാ ഇവിടെ കുറച്ച് ഉള്ളി ചെറുതാക്കി നൈസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2-3 പച്ചമുളകും കറിവേപ്പിലയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇതാ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിത് കുക്ക് ചെയ്യുന്നത് ഫുള്ളും വെളിച്ചെണ്ണയിലാണ് കേട്ടോ, ഓയിൽ യൂസ് ചെയ്തിട്ടേ ഇല്ല. ഇത്രയും കാലം ഞാൻ ഓയിലാണ് നമ്മൾ എന്ത് സ്നാക്സ് ഉണ്ടാക്കുകയാണെങ്കിലും ഉണ്ടാക്കിയിരുന്നത്. പക്ഷേ ഇത്തവണ വീട്ടിൽ ഓയിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയിലാണ് കുക്ക് ചെയ്തത്. അതുകൊണ്ടാണോ എന്നും കൂടെ അറിയില്ല, ഇന്നത്തെ കട്ട്ലറ്റിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഉള്ളി ഇതവിടെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഉള്ളിൻ്റെ അളവ് ഞാൻ കറക്റ്റായിട്ട് പറയാത്ത എന്താണെന്ന് വെച്ചാൽ ഇതിനൊന്നും അങ്ങനെ പ്രത്യേകിച്ചൊരു മെഷർമെൻറ്റ് ഇല്ല കേട്ടോ. നമുക്ക് എത്രയാണോ ക്വാണ്ടിറ്റി വേണ്ടത് അതിനനുസരിച്ച് എടുത്താൽ മതി. പിന്നെ കൂടുതൽ എന്താ പറയുക, നമുക്ക് ഇതിൽ വെജിറ്റബിൾസ് ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിവിടെ ഉള്ളി നന്നായിട്ട് വഴന്നതിന് ശേഷം അതിലേക്ക് പച്ചമുളകും നമ്മളെ കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ലാസ്റ്റിലേക്ക് ഞാൻ കുറച്ച് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. എനിക്ക് ഉള്ളി നന്നായിട്ട് വഴന്ന് വരണം കേട്ടോ. എനിക്ക് ഉള്ളി കടിക്കുന്നത് ഇഷ്ടമല്ല. സ്നാക്സിലാണെങ്കിലും നമ്മൾ കറി വെക്കുമ്പോഴാണെങ്കിലും ഒന്നും ഉള്ളി ഇങ്ങനെ കടിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാക്സിമം വഴറ്റി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് കളറിന് വേണ്ടിയിട്ട് മാത്രം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിൻ്റെ അളവ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്രത്തോളം കളർ വേണോ അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഈ മഞ്ഞൾപ്പൊടിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടി കുറച്ച് കുത്തുന്ന ഒരു ഫീല് വരും. അതുകൊണ്ട് നിങ്ങൾക്ക് കളറിന് എത്ര കളർ വേണോ അതിൻ്റെ അനുസരിച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് നമ്മളെ ഗരം മസാലയാണ്. ഗരം മസാല ഞാനൊരു 1/2 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ എടുക്കുന്ന ഉള്ളിക്ക് അനുസരിച്ച് നമ്മളെ ടേസ്റ്റിനനുസരിച്ച് ആ ഒരു ഗരം മസാലേൻ്റെ അളവിലും മാറ്റങ്ങൾ വരുത്താം കേട്ടോ. അപ്പം ഞാനൊരു റെസിപ്പി വീഡിയോ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്തിട്ട് അതിൽ മെയിനായിട്ട് ഇൻഗ്രീഡിയൻസ് ഒന്നും പറയുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അതങ്ങനെ വലിയ മെഷർമെൻറ്റോട് കൂടിയിട്ട് ചെയ്യേണ്ട ഒരു റെസിപ്പി ഒന്നല്ല. നമ്മളെ കയ്യിൽ നമ്മളെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് അളവിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ വരുത്താം കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ചിക്കനാണ്. ഞാൻ ചിക്കനല്ല ബീഫാണ്. ബീഫ് ഓൾറെഡി ഞാൻ നന്നായിട്ട് ഒരു 5-6 വിസിലടിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കുക്കറിൽ. എന്നിട്ട് അതൊന്ന് ചൂടാറിയതിന് ശേഷം മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് പേസ്റ്റ് പരുവത്തിലാക്കരുത്, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മാത്രം മതി, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അരിഞ്ഞു പോകും കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു ഉള്ളി വേവുന്ന സമയത്ത് നമുക്ക് ഉരുളക്കിഴങ്ങ് അതേപോലെ നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് അതും നന്നായിട്ട് ഉടച്ചെടുത്തിട്ട് വേണം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഉപ്പിൻ്റെ അളവ് നല്ലോണം ശ്രദ്ധിക്കണം. കാരണം ഉരുളക്കിഴങ്ങ് ഇടുന്ന സമയത്ത് നമ്മളെ ഉള്ളിൽ ഉപ്പ് മതിയാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉരുളക്കിഴങ്ങും ബീഫും ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു ഉപ്പിൻ്റെ അളവ് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ആ ഒരു മിക്സ് ഞാൻ നന്നായിട്ട് ഇളക്കി കറിവേപ്പിലൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി ഉപ്പൊക്കെ വേണ്ടതുപോലെ വീണ്ടും ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ആ ഒരു ഗ്യാപ്പിലാണ് ഞാൻ നമ്മളെ അടുത്ത റെസിപ്പി ട്രൈ ചെയ്യുന്നത്. നമ്മളെ കട്ട്ലറ്റിൻ്റെ മാവൊന്ന് തണുത്ത് വരുമ്പോഴേക്ക് നമുക്ക് ഇടിയിറച്ചി ഉണ്ടാക്കാം. ഇടിയിറച്ചിയിൽ ഞാൻ അത്ര എന്താ പറയുക കഴിവ് തെളിയിച്ച ഒരാളല്ല. ഇടിയിറച്ചീൻ്റെ ഫസ്റ്റ് ഒരു അറ്റംപ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിതാ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ ഉള്ളിയും പിന്നെ ഞാൻ ചെറിയ ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചെറിയ ഉള്ളി ഒരു 15 എണ്ണം പോലെ എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കല്ല് വെച്ച് കുത്തി എടുത്തിട്ടുള്ളതാണ്. പിന്നെ ഒരു 4 വെളുത്തുള്ളിയും ചെറിയ പീസ് ഇഞ്ചിയും എടുത്തിട്ട് അതും ഒന്ന് നല്ലോണം ഒന്ന് കല്ല് വെച്ച് കുത്തി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് കുറച്ച് മല്ലിച്ചപ്പും കുറച്ച് കറിവേപ്പിലയാണ് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. നമ്മൾ കട്ട്ലറ്റിൽ നമ്മൾ വലിയ ഉള്ളിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇടിയിറച്ചിയിൽ നമ്മൾ ചെറിയ ഉള്ളി മാത്രമാണ് കേട്ടോ യൂസ് ആക്കിയിട്ടുള്ളത്.
ഈ ഒരു ഇടയിറച്ചിൻ്റെ റെസിപ്പി ഞാനൊരു ഇൻസ്റ്റഗ്രാമിലെ ഒരു ചാനലിൽ നിന്ന് കണ്ടിട്ട് അങ്ങനെ എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത്. പിന്നെ ഞാനിതിന് മുമ്പ് കഴിക്കാത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ ടേസ്റ്റ് ഇങ്ങനെയാണോ എന്നുള്ളതും എനിക്കറിയില്ല. ഞാൻ വീട്ടിൽ ബീഫ് കണ്ടപ്പം ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ട്രൈ ആക്കിയതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ഒരു ഇടിയിറച്ചി വേറെ രീതിയിൽ ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷെ ഞാൻ ആദ്യമായിട്ട് അറ്റംപ്റ്റ് നടത്തിയത് ഈ ഒരു രീതിയിലാണ് കേട്ടോ. അങ്ങനെ ഇത് നന്നായിട്ട് വെന്ത് വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ ഗരം മസാല, കുരുമുളക് പൊടി ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ബീഫ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിലേക്കും നമ്മൾ ബീഫ് നേരത്തെ കട്ട്ലറ്റിന് ചെയ്ത പോലെ തന്നെ നന്നായിട്ട് വേവിച്ചെടുത്തതിന് ശേഷം അതൊന്ന് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. ഈ ഒരു ബീഫ് റെസിപ്പീൻ്റെ പേര് തന്നെ ഇടിയിറച്ചി എന്നാണ്. അപ്പം നമുക്ക് ഈ ബീഫ് ഇതിൽ നല്ലോണം കാണാൻ കഴിയണം. അപ്പോൾ അതുകൊണ്ട് പേസ്റ്റ് പരുവത്തിലാക്കരുത്. അപ്പം ഇത് നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് മുളക് പൊടിയും പിന്നെ കുരുമുളക് പൊടിയും ഗരം മസാലയും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെ ടേസ്റ്റിനനുസരിച്ച് കുരുമുളക് പൊടിക്ക് അളവിൽ മാറ്റം വരുത്താം കേട്ടോ. എനിക്ക് ഈ സ്നാക്സിലൊന്നും ഒരുപാട് കുരുമുളകിൻ്റെ ടേസ്റ്റും ഒരുപാട് എരിവൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ പൊതുവേ എരിവ് കുറയ്ക്കുന്ന ഒരാളാണ് കേട്ടോ. ഈ സ്നാക്സിൽ മാത്രം, ബാക്കി എല്ലാത്തിലും എനിക്ക് എരിവ് കൂടുതൽ വേണമെങ്കിലും ഈ സ്നാക്സിൽ കൂടുതൽ എരിവ് എനിക്ക് അത്ര ഇഷ്ടമില്ല കേട്ടോ. അപ്പം നമ്മളെ മസാലകളൊക്കെ ചേർത്തിട്ട് ഈ ഒരു ഉള്ളിൻ്റെ ഈ ഒരു മിക്സ് നന്നായിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിപ്പോൾ ആഡ് ചെയ്തത് ഞാൻ വീണ്ടും പറയാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, അതേ അളവ് തന്നെ നമ്മൾ മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഉപ്പും ചേർത്തിട്ടാണ് ഈ ഒരു മസാല ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മളെ ഉള്ളിയും നമ്മളെ മസാല പൊടികളെല്ലാം കൂടെ നല്ലോണം ആ ഒരു പച്ച ചുവ മാറിയിട്ട് ഫസ്റ്റിലുണ്ടാകുന്ന ആ ഒരു റോ സ്മെല്ലില്ലേ അതൊക്കെ മാറി വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ഈ കട്ട്ലറ്റും ഈ ഒരു ഇടിയിറച്ചി ഒരുമിച്ച് ഉണ്ടാക്കാനുള്ള കാരണവും തന്നെയാണ്. കാരണം ഏകദേശം ഇതിന് രണ്ടിനും വേണ്ട ഐറ്റംസ് ഒക്കെ സെയിമാണ്. പിന്നെ രണ്ടിനും ബീഫ് നമ്മൾ സെറ്റ് ചെയ്യണതും ഒരേപോലെയാണ്. അപ്പം നമുക്ക് ബീഫ് കട്ട്ലറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ശരിക്കും ഒരുമിച്ച് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇതെനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് നമ്മളെ ബീഫ് കട്ട്ലറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ ബീഫ് കട്ട്ലറ്റിനെ പോലത്തെ ഒരു ടേസ്റ്റ് അല്ല ഇതിന് വന്നിട്ടുള്ളത്. ഇതിന് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. ഇത് നമുക്ക് ചോറിൻ്റെയൊക്കെ കൂടെ ഒരു സൈഡ് ഡിഷായിട്ട് കഴിക്കാമെന്നല്ലാതെ നമ്മളെ ബീഫ് കട്ട്ലറ്റിനെ പോലെ നമുക്ക് ചായൻ്റെ കൂടെ ഒന്നും കഴിക്കാൻ പറ്റില്ല. പിന്നെ രണ്ടിനും ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. പിന്നെ ഈ ഒരു ഇടിയിറച്ചിക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് കട്ട്ലറ്റിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ കുറച്ച് ആ ഒരു ചെറിയുള്ളി തോല് തുളച്ച് അതൊന്ന് കുത്തിയെടുക്കാനും ആ ഒരു ബീഫ് വേവിച്ച് അതൊന്ന് ക്രഷ് ചെയ്യാനും മാത്രമേ ഒരു പണിയുള്ളൂ. ബാക്കിയെല്ലാം പെട്ടെന്ന് കഴിയും കേട്ടോ. അപ്പം നമ്മളെ മസാല ഇവിടെ സെറ്റായിട്ടുണ്ട്. നമ്മളെ കട്ട്ലറ്റിൻ്റെ നമ്മളെ ഇടിയിറച്ചി ഇവിടെ ഞാൻ ബീഫ് നമ്മളെ കുക്കായിട്ടുള്ള മസാലയിലേക്ക് ഇട്ട് നന്നായി ഒന്ന് ഇളക്കി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചെപ്പും ഇട്ടിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് അത് റെഡിയായി സെറ്റാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മളെ കട്ട്ലറ്റിൻ്റെ മാവ് ഷേപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ ഓരോരുത്തരുടെയും ഐഡിയ അനുസരിച്ച് നിങ്ങൾക്ക് ഷേപ്പിൽ മാറ്റം വരുത്താം കേട്ടോ. എൻ്റെ കയ്യിൽ വേറെ കട്ടറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ റൗണ്ട് ഷേപ്പിൽ തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ നമ്മളെ ഹാർഡ് ഷേപ്പിലുള്ള കട്ടറൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഷേപ്പിലൊക്കെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഞാനിവിടെ നമ്മളെ ബ്രെഡ് ജസ്റ്റ് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി നിങ്ങൾക്ക് റസ്ക് പൊടി ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പം ഞാനിവിടെ ഒരു 3 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് അത് നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തു. പിന്നെ ഒരു 2 മുട്ട എടുത്തിട്ട് മഞ്ഞ അടക്കം ഞാൻ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. എന്നിട്ട് ആദ്യം നമ്മളെ മാവൊന്ന് ഷേപ്പാക്കി എടുത്തിട്ട് അത് ആദ്യം നമ്മൾ ഈ ഒരു മുട്ടൻ്റെ മിക്സിയിലൊന്ന് ഡിപ്പ് ചെയ്യും. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് നല്ല തിളച്ച വെളിച്ചെണ്ണയിലിട്ടിട്ടാണ് പൊരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു കട്ട്ലറ്റിന് ടേസ്റ്റ് കൂടാൻ തന്നെ കാരണം ഒരു പക്ഷേ വെളിച്ചെണ്ണ ആയിരിക്കും എന്നുള്ളതാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ സ്നാക്സ് വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. എന്തായാലും ഞാൻ ഇത്രയും നാളുണ്ടാക്കിയതിലും ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു കട്ട്ലറ്റ് തന്നെയായിരുന്നു ഇത്. അപ്പോൾ ഇതുവരെ ബീഫ് കട്ട്ലറ്റൊന്നും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു റെസിപ്പി വീഡിയോയിലെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നവരേക്കും ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ബൈ ആൻഡ് താങ്ക് യു.